നമസ്കാരം. ഇപ്പോൾ സർവവും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അഥവാ നിർമ്മിത ബുദ്ധിയാണ്. ഒരു ഫോട്ടോ കണ്ടാൽ അത് ഒറിജിനൽ ആണോ അതോ AI ആണോ എന്നൊന്നും തിരിച്ചറിയാൻ വയ്യാത്ത അവസ്ഥ. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കൊണ്ടുണ്ടാകുന്ന പൊല്ലാപ്പ് ചില്ലറയല്ല. AI കൊണ്ട് ഇനി പണി കിട്ടാൻ പോകുന്നത് പാവം പ്രവാസികൾക്കാണ്. സൗദി അറേബ്യയിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ചുകൊണ്ടുള്ള പകർപ്പവകാശ ലംഘനങ്ങൾക്ക് കനത്ത പിഴ ചുമത്താൻ തുടങ്ങി. വ്യക്തികളുടെ ഭൗതിക സ്വത്തവകാശം സംരക്ഷിക്കുന്നതിന്റെ ഭാഗമായി സൗദി അതോറിറ്റി ഫോർ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി പുറത്തിറക്കിയ പുതിയ നിയമനിർമ്മാണത്തിന്റെ ആദ്യ പടിയെന്ന നിലയിൽ ഒരു വ്യക്തിക്ക് 9,000 റിയാൽ, ഏകദേശം 2 ലക്ഷം രൂപ പിഴ ചുമത്തിയിട്ടുണ്ട്. സ്വന്തമല്ലാത്ത ഒരു ഫോട്ടോ AI ടൂൾ ഉപയോഗിച്ച് മാറ്റം വരുത്തി വാണിജ്യ ആവശ്യങ്ങൾക്കായി പ്രസിദ്ധീകരിച്ചതിനാണ് ഈ ശിക്ഷ. AI ദുരുപയോഗം സംബന്ധിച്ച് രാജ്യത്ത് റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ആദ്യത്തെ കേസുകളിൽ ഒന്നുകൂടിയാണിത്. ഈ നിയമ നടപടി ലോകമെമ്പാടുമുള്ള AI ഉപയോക്താക്കൾക്ക് ഒരു മുന്നറിയിപ്പാണ്. ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിക്കുമ്പോൾ നിയമപരമായ ചട്ടങ്ങൾ ലംഘിക്കുന്നില്ലെന്ന് ഉറപ്പാക്കേണ്ടത് അത്യാവശ്യമാണെന്ന് സൗദി അതോറിറ്റി ഓർമ്മിപ്പിക്കുന്നു. നിയമങ്ങൾ ലംഘിച്ച് മറ്റൊരാളുടെ അനുമതിയില്ലാതെ പ്രസിദ്ധീകരിക്കുകയോ പരിഷ്കരിക്കുകയോ വാണിജ്യപരമായി ചൂഷണം ചെയ്യുകയോ ചെയ്യുന്നത് ഗുരുതരമായ കുറ്റകൃത്യമായി കണക്കാക്കുമെന്നും അധികൃതർ താക്കീത് നൽകിയിട്ടുണ്ട്. ഡിജിറ്റൽ ലോകത്ത് സൃഷ്ടാക്കളുടെ അവകാശങ്ങൾ സംരക്ഷിക്കേണ്ടതിന്റെ പ്രാധാന്യം ഈ സംഭവം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. ആഗോളതലത്തിൽ AI സാങ്കേതിക വിദ്യയുടെ വളർച്ച അതിവേഗത്തിലാണ്. ഇതിന്റെ ദുരുപയോഗം തടയുന്നതിനായി വിവിധ രാജ്യങ്ങൾ പുതിയ നിയമങ്ങൾ കൊണ്ടുവരികയാണ്. സൗദിയുടെ ഈ നീക്കം ആഗോളതലത്തിൽ ഈ വിഷയത്തിൽ നടക്കുന്ന ചർച്ചകൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകും. ഇത്തരത്തിലുള്ള നിയമലംഘനങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ തെളിവുകൾ സഹിതം ഔദ്യോഗികമായി പരാതി നൽകണം. അങ്ങനെ നൽകിയാൽ ഉടൻ അന്വേഷണം ആരംഭിക്കുമെന്നും തുടർന്നുള്ള നടപടികൾ വിദഗ്ധ സമിതിയുടെ പരിശോധനയ്ക്ക് ശേഷം ആയിരിക്കുമെന്നും അധികൃതർ സൂചിപ്പിച്ചു. മൊത്തത്തിൽ സൗദി അറേബ്യയിൽ AI നിയമങ്ങൾ കൂടുതൽ കർശനമാവുകയാണ്. ഇത് പൗരന്മാരുടെയും പ്രവാസികളുടെയും ഡിജിറ്റൽ അവകാശങ്ങൾ സംരക്ഷിക്കാൻ ലക്ഷ്യമിട്ടുള്ള ഒരു സുപ്രധാന ചുവടുവെപ്പ് കൂടിയാണ്. ഏതൊരു വ്യക്തിയുടെയും ഡിജിറ്റൽ സൃഷ്ടികൾ അവരുടെ അനുവാദമില്ലാതെ ഉപയോഗിക്കുന്നത് വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്നും അത് സാമ്പത്തികമായ പിഴയിലേക്കും മറ്റ് നിയമ നടപടികളിലേക്കും നയിക്കുമെന്നും സൗദി അധികൃതർ ഓർമ്മിപ്പിക്കുന്നു. ഭാവിയിൽ സമാനമായ കുറ്റകൃത്യങ്ങൾക്ക് കൂടുതൽ കടുത്ത ശിക്ഷ ലഭിക്കാൻ സാധ്യതയുണ്ടെന്നും സൗദി വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തായാലും സൗദി അറേബ്യയിലെ ഈ പുതിയ നടപടി നിർമ്മിത ബുദ്ധി സാങ്കേതികവിദ്യ ഉപയോഗിക്കുമ്പോൾ ഓരോ വ്യക്തിക്കും ഉണ്ടായിരിക്കേണ്ട നിയമപരമായ ഉത്തരവാദിത്വത്തെക്കുറിച്ച് നമ്മളെ പഠിപ്പിക്കുകയാണ്. നിയമത്തിന്റെ കാര്യത്തിൽ വിട്ടുവീഴ്ചയില്ലാത്ത സൗദിയുടെ നിലപാട് പ്രവാസികൾക്കും സ്വദേശികൾക്കും ഒരുപോലെ ബാധകമാണെന്ന് ഓർക്കുക. വെറും 9,000 റിയാൽ പിഴയിൽ ഒതുങ്ങുന്നതല്ല ഇത്തരം നിയമലംഘനങ്ങളുടെ പ്രത്യാഘാതങ്ങൾ. ഭാവിയിൽ കൂടുതൽ കടുത്ത ശിക്ഷാ നടപടികൾ ഉണ്ടാകുമെന്ന മുന്നറിയിപ്പും സൗദി നൽകുന്നുണ്ട്. അതുകൊണ്ട് ഡിജിറ്റൽ ലോകത്തും മറ്റുള്ളവരുടെ സൃഷ്ടികൾ ഉപയോഗിക്കുമ്പോൾ അതീവ ജാഗ്രത പുലർത്തേണ്ടത് അത്യാവശ്യമാണ്. AI സാങ്കേതിക വിദ്യയുടെ സാധ്യതകൾ അനന്തമാണ്. എന്നാൽ അത് മറ്റൊരാളുടെ അവകാശങ്ങൾ ലംഘിക്കാനുള്ള ഒരു ഉപാധിയായി മാറരുത്. ഈ സംഭവം ആഗോള സമൂഹത്തിനൊരു പാഠം കൂടിയാണ്. സാങ്കേതിക വിദ്യയുടെ വളർച്ചയ്ക്കൊപ്പം നിയമ സംവിധാനങ്ങൾ ശക്തിപ്പെടുത്തുകയും ഓരോ ഉപയോക്താവിനും നിയമപരമായ അവബോധം ഉണ്ടാകുകയും ചെയ്യണം. എങ്കിൽ മാത്രമേ ഡിജിറ്റൽ ലോകം സുരക്ഷിതമാകൂ.